ഹയർ സ്റ്റഡീസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കാഡമിക്സിൽ പുലിയാണെങ്കിലും നമുക്ക് ഫുൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ റിജക്റ്റഡ് ആവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ബിക്കോസ് ദേ ജസ്റ്റ് ഡോണ്ട് ലുക്ക് അറ്റ് യുവർ മാർക്സ്, ദേ ലുക്ക് അറ്റ് യുവർ പ്രൊഫൈൽ. അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ECA എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കോളേജിൽ എത്തുമ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത്. നമ്മൾ സ്കൂൾ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? നർച്ചർ ചെയ്ത് കൊണ്ടുവരണം. സോ വാട്ട് യു മീൻ ബൈ ECA? പേര് പോലെ തന്നെ നമ്മൾ നമ്മുടെ കരിക്കുലത്തിന് അപ്പുറത്തായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കൂൾ കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. പെർഫോമൻസിന് പ്രാധാന്യം നൽകുന്ന ഓൺ സ്റ്റേജ് ഐറ്റംസും അതല്ലാത്ത ഓഫ് സ്റ്റേജ് ഐറ്റംസും ഒരുപാട് ഈ കലോത്സവങ്ങളിലുണ്ട്. ഇനി ഫ്യൂച്ചർ എൻജിനീയേഴ്സിനെയും സയൻറ്റിസ്റ്റുകളെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നതാണ് ശാസ്ത്ര, ഗണിത ശാസ്ത്ര, IT മേളകളും അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് പോലുള്ള സംരംഭങ്ങളും. സ്പോർട്സിൽ കഴിവുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ടീമിലൊക്കെ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കായിക മേളകളും ഉണ്ട്. ഇനി ലൈഫിൽ ഡിസിപ്ലിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ കൊണ്ടുവരാനാണ് എങ്കിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നാഷണൽ സർവീസ് സ്കീം, ജൂനിയർ റെഡ് ക്രോസ്, നാഷണൽ കേഡറ്റ് കോപ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂത്ത് എൻഹാൻസിങ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ക്ലബ്ബുകൾ നടത്തുന്ന കോമ്പറ്റീഷൻസിലും ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസിലും ഒക്കെ പങ്കെടുക്കുന്നത് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതും അത് വേറിട്ട് നിർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഹൈലൈറ്റ് ആണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. കുട്ടികൾ ഒരുപാട് സമയവും എഫേർട്ടും സ്പെൻഡ് ചെയ്തിട്ടാണ് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിൽ എത്തുന്നതും പങ്കെടുക്കുന്നതും അതുപോലെ ഓരോ എക്സാംസ് പാസ്സാവുന്നതും. സോ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ പലപ്പോഴും ഒരുവിധം എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബോണസ് പോയിന്റുകളോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കുകളോ പ്ലസ് പോയിന്റുകളോ നൽകാറുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്കിനാണോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊരു കൺസേൺ വരാം. ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ സ്കൂൾ ലെവൽ കഴിഞ്ഞാലും നമ്മുടെ കോളേജ് ലെവലുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് സൊസൈറ്റികളും കോമ്പറ്റീഷൻസും ഉണ്ടാവും. ഇപ്പം എൻ്റെ കേസ് തന്നെ പറയാം. ഞാൻ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വന്നിട്ടുള്ള കുട്ടിയാണ്. 4ാം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ് സിലബസ് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് മാറി. 4ാം ക്ലാസ്സിലെ LSS വിന്നർ ആയിരുന്നു. അതുപോലെ കേരള ഗണിതശാസ്ത്ര പരിഷത്ത് നടത്തുന്ന മാത്സ് ടാലൻറ്റ് സെർച്ച് എക്സാം 3rd റാങ്ക് ഹോൾഡർ കൂടിയാണ് 2011-12 ഇയറിൽ. സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാർ വിന്നറാണ്. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാപ്റ്റനായിട്ട് പൊസിഷൻ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം ലീഡറായിട്ട് പൊസിഷൻ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ +2 സമയത്ത് ഇംഗ്ലീഷ് പോയം വേഴ്സിഫിക്കേഷനിൽ സ്റ്റേറ്റ് ലെവൽ ഗ്രേഡ് വിന്നർ കൂടിയാണ്. ഇത് കൂടാതെ ഒരുപാട് ഓൺ സ്റ്റേജ് ഐറ്റംസ് ആയിട്ടും ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആയിട്ടൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. മറ്റു മത്സരങ്ങളുടെ കൂടെയൊക്കെ നമ്മുടെ അക്കാഡമിക്സും ബാക്കിലാവാത്ത രീതിയിൽ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ NIRF റാങ്കിങ്ങിൽ നമ്പർ 1 ആയിട്ടുള്ള മിറാൻഡ ഹൗസ് എന്ന് പറയുന്ന കോളേജിലാണ് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ കോളേജിലാവുന്ന സമയത്ത് അവിടെ ഒരുപാട് സൊസൈറ്റികളുണ്ട്. നമ്മുടെ സ്കൂളിലുള്ള ഡിഫറെൻറ്റ് ക്ലബ്സ് പോലെ ഒരുപാട് കോമ്പറ്റീഷൻസും മറ്റും ഹെൽഡ് ചെയ്യുന്ന സൊസൈറ്റീസ് ഉണ്ട്. ഡിബേറ്റ് സൊസൈറ്റി, ലിറ്റററി സൊസൈറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ, വിമൻ ഡെവലപ്മെൻറ്റ് സെൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് ലിറ്റററി സൊസൈറ്റിയുടെ കൗൺസിൽ മെമ്പറായിരുന്നു 3 വർഷം. കൂടാതെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു 2021-22 ഇയറിൽ. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. സോ നമ്മൾ സ്കൂൾ ലെവലിൽ തുടങ്ങുന്ന നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് നേർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജസിലും ഒരുപാട് ചാൻസുകളുണ്ട്. സോ നമ്മുടെ അക്കാഡമിക്സിലുടനീളം നമ്മുടെ ക്വാളിറ്റീസ് പുറത്തെടുക്കാനും നമ്മുടെ സ്കിൽസ് കാണിക്കാനും നമുക്ക് ഷൈൻ ചെയ്യാനും പറ്റുന്ന അതിനാവശ്യമായിട്ടുള്ള ഒന്നാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്ന് കരുതി എക്സ്ട്രാ കരിക്കുലർ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ അക്കാഡമിക്സിൻ്റെ ഗ്രാഫ് താഴോട്ട് പോവാതെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് പാരൻസ് കൺസേൺ പറയാറുണ്ട്. JEE, NEET പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് സ്കൂളിൽ നിന്നേ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്കൂൾ അക്കാഡമിക്സും ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെയും കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടെ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്? പലപ്പോഴും നമ്മുടെ അക്കാഡമിക് ഗ്രാഫ് ഒന്ന് താഴോട്ട് പോവാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റീസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഏതെങ്കിലും ഒരു IIT പഠിക്കൂ അല്ലെങ്കിൽ എനിക്ക് എയിംസിൽ അഡ്മിഷൻ
പ്രൊമോഷൻ കിട്ടണം എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സും നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും തന്നെ വേണം ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഒരു മേഖലയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.